മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് എതിരായ SFIO അന്വേഷണം LDFന്റെ കേസ് അല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടിൽ CPIഎമ്മിൽ കടുത്ത അതൃപ്തി. വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളും എന്നും ബിനോയ് ആശങ്കപ്പെടേണ്ടതില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പാർട്ടിയിൽ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന മുൻ നിലപാട് ബിനോയ് വിശ്വത്തിന് തിരുത്തേണ്ടി വന്നത്. എക്സാലോജി കേസിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റതിന്റെ 68ാം വാർഷികം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത്. എന്നാൽ ഇന്നലെ അവസാനിച്ച CPI സംസ്ഥാന കൌൺസിലിൽ ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ആരോട് ചോദിച്ചിട്ടാണ് ബിനോയ് ഇങ്ങനെ മുഖ്യമന്ത്രിയെ വെള്ളപൂശുന്നത്? ഇത് പാർട്ടി നിലപാടാണോ എന്നിങ്ങനെയായിരുന്നു സെക്രട്ടറിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾ. സംസ്ഥാന സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന ആവശ്യവും പാർട്ടി ശക്തമായി. ഇതോടെ ബിനോയ് വിശ്വം മലക്കം മറിഞ്ഞു. മുഖ്യമന്ത്രിയെയും മകളെയും വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞു. വീണയ്ക്കെതിരെയുള്ള കേസുകൾ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ്. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ CPM നിലപാട്. അതിനെ ചോദ്യം ചെയ്ത ബിനോയ് വിശ്വത്തിന്റെ ഇടപെടലിൽ കടുത്ത പ്രതിഷേധമുണ്ട് CPMന്. അത് വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന സമിതി അംഗം കൂടിയായ വി ശിവൻകുട്ടി. ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. ഇടതുമുന്നണി എന്നാൽ CPMഉം സർക്കാർ എന്നാൽ പിണറായിയുമാണെന്ന പ്രചരണങ്ങൾക്കെതിരെയും CPIയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ബിനോയ് നിലപാട് തിരുത്തിയത്. അതിനെയും ശിവൻകുട്ടി പരിഹസിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടടുക്കുമ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നതകൾ മറനീക്കി പുറത്തുവരികയാണെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം.